റൂം റെന്റ് ക്യാപ്പിനൊരു വിഷയമുണ്ട്. അപ്പം ആദ്യമൊക്കെ ഇൻഷുറൻസ് ഏജന്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഈ റൂം റെന്റ് നമ്മളിപ്പം ഒരു 8,000 റൂമിന് മേലെ ഒന്നും കിടക്കാൻ പോകുന്നില്ല, അത്രയും ലക്ഷമൊന്നും എനിക്ക് വേണ്ട. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യത്താൽ 10,000 അല്ലെ 12,000 റൂമിൽ കിടന്നാൽ ഇപ്പോൾ ഒരു 5 ദിവസം ആണെങ്കിൽ 5x2 10,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്നല്ലേ. ഇപ്പം 5 ലക്ഷം രൂപ ബില്ല് ഇൻഷുറൻസ് കൊടുത്തൊരു 10,000 കൊടുക്കുന്നത് കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയല്ല. അപ്പം എത്ര അതായത് റൂം റെന്റ് 8 ആണ്, 10,000 ആണ് റൂം റെന്റ് വന്നതെങ്കിൽ, ക്യാപ്പ് 8 ആയിരുന്നെങ്കിൽ 2,000, അതായത് 20%. അപ്പൊ 20% ഓഫ് ദ ഹോൾ ബിൽ റിജക്ട് ചെയ്യും, നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വരുന്നത്. അതായത് 5 lakhs വന്നു കഴിഞ്ഞാൽ 1 lakh ഞാൻ കൊടുക്കേണ്ടി വരും, അല്ലാതെ ഈ 10,000 അല്ല. എനിക്ക് തോന്നുന്നു അതൊരു ട്രാപ്പാണ്, ഇൻഷുറൻസ് കമ്പനി വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പാണെന്ന് തോന്നുന്നു. അത് അങ്ങനെയല്ല, അത് അവിടെയാണ് ഹോസ്പിറ്റൽസിന്റെ ഇത്. ഹോസ്പിറ്റൽസിന്റെ ബിൽഡിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റൂം യു ആർ സ്റ്റേയിങ്. അപ്പോൾ ഒരു സാധാരണ കോമൺ റൂമിലാണ് താമസിക്കുന്നെങ്കിൽ അതേ ട്രീറ്റ്മെന്റ് ആയിരിക്കും, അതേ ഡോക്ടർ, അതേ നഴ്സായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ ബില്ലും കമ്പയർ ടു ഒരു സ്വീറ്റ് റൂമിൽ താമസിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ബില്ലും ഡിഫറെന്റ് ആണ്. സെയിം ട്രീറ്റ്മെന്റ് ആയിരിക്കാം, പക്ഷെ അതിന്റെ നഴ്സിംഗ് ചാർജ് അതുപോലെ റിലേറ്റഡ് ചാർജസ്, റൂം റെന്റ് ഹയർ ആണെങ്കിൽ ഓൾ ട്രീറ്റ്മെന്റ് ചാർജസ് ഓൾസോ റിലേറ്റഡ് ടു ദാറ്റ്. അത് കാരണം അതും ഹയർ ആണ്. അത് കാരണമാണ് കസ്റ്റമർ ആ റൂം റെന്റിന് ഞാൻ 2% ഇല്ല 10% കൂടുതൽ കൊടുത്തു നല്ലതല്ല. ഓവറോൾ ട്രീറ്റ്മെന്റിന് ഈ വിൽ പേ മോർ ബിക്കോസ് ഈ സ്റ്റേയിങ് ഇൻ എ ഹയർ ഡീലക്സ് റൂം.